ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. നന്നായി വരും. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. എഴുന്നേക്ക്. എന്തായാലും നീയും ഈ വീട്ടിലെ മരുമോളാണല്ലോ. നീ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ അടുത്ത സന്തതി പരമ്പരകൾ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. എത്രയും വേഗം അത് നടക്കട്ടെ. താങ്ക്സ് ആന്റി. ആന്റിയുടെ നാവിൽ നിന്നും ഞാനത് കേട്ടല്ലോ. അത്രയും മതി എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ ആന്റി, 10 മാസത്തിനുള്ളിൽ ഒരു മോനെയോ മോളെയോ ഞാൻ ആന്റിക്ക് തരും. നോക്ക് നിധി, ഒരു കാരണവശാലും നീ വിഷമിക്കരുത്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെന്നുള്ള സങ്കടം അതങ്ങ് കളഞ്ഞേക്ക്. എനിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും അതിനെ എല്ലായിടത്തും ലാളിക്കാനുള്ള എല്ലാ അവകാശവും ഞാൻ നിനക്ക് തരും. സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടോളൂ. നിധി, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. പാർവതി എന്റെ പാവ. എന്നെ പൂവിട്ട് അനുഗ്രഹിച്ചു എന്ന പേരില് നീ ആന്റിയോട് ദേഷ്യമൊന്നും കാണിച്ചേക്കരുത്, കേട്ടല്ലോ? എന്നാ ഞാൻ പോട്ടെ. ചിലരുടെ സ്വഭാവമേ ഇതാണ്. കുത്തിനോവിക്കാൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ സ്നേഹം നടിച്ചുകൊണ്ട് പോലും നമ്മളെ വിഷമിപ്പിക്കും. നിധിമോൾ അതൊന്നും കാര്യാക്കണ്ട. നിധിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണല്ലോ ശിവാനിയുടെ സ്വഭാവം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശിവാനിക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതും ഈ ദൈവങ്ങള് തന്നെയല്ലേ? എന്തോ ആയിക്കോട്ടെ, ശിവാനിക്ക് കുഞ്ഞു ജനിച്ചാലും അത് ഈ കുടുംബത്തിന്റെ സന്തതി തന്നെയാണല്ലോ. അതുമാത്രല്ലേ ഉള്ളൂ ഇനിയൊരു പ്രതീക്ഷ. ഒരിക്കലും ജീവിതത്തിൽ സത്യമായി എന്റെ മുമ്പിലേക്ക് വരില്ലല്ലേ? എന്താ നീ ഇവിടെ വെറുതെ ഇരിക്കുക? നീ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷേ ഞാനിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? നോക്ക്, പായസ. ഇതെന്തിനാ ഇപ്പൊ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നേന്നറിയോ? നീ പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് പറയാം.
സാധാരണഗതിയില് കുഞ്ഞ് പറഞ്ഞതിന് ശേഷമാണ് എല്ലാരും മധുരം കൊടുക്കാറ്. പക്ഷെ എന്റെ കാര്യത്തില് ഞാൻ ഡിഫറന്റാ. ഇത് എനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള അഡ്വാൻസ് മധുരം കേട്ടോ. എടുക്കുന്നിരീ എടുത്ത് കഴിക്ക്. നിനക്ക് ഈ ജന്മം ഇനി ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സന്തോഷത്തില് ഞാനേ ഇതിൽ കുറച്ച് മധുരം അധികം ഇട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതേ കഴിച്ചേ. വെറുതെ എന്നെ കുത്തി നോവിക്കാൻ നിൽക്കാതെ ഇറങ്ങി പോ നോക്ക്. ആഹാ, അത് കൊള്ളാലോ. എന്നോട് ഇറങ്ങി പോവാൻ പറയുന്നോ? ഒട്ടും വൈകാതെ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടവളാ നീ. അത് മറക്കണ്ട. കണ്ണു തുറച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ സീൻ ആകെ മാറി തുടങ്ങിയിരിക്കുക. നീ അത് ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഷോ, കഷ്ടായി പോയി. ഇക്കാലം അത്രയും എന്നോട് വെറുപ്പും പകയും കാണിച്ചു നടന്ന പാർവതി ആന്റി എന്റെ തലയിൽ പൂവിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി അനുഗ്രഹിച്ചത് നീ കണ്ടതല്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയോ? എടി, നിന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനം ഇല്ലെന്ന് ആന്റിക്ക് ഉറപ്പായതുകൊണ്ടാ. പച്ചയ്ക്ക് പറഞ്ഞാലേ നീ ഈ വീട്ടിലെ ഒരു പാഴ്വസ്തുവായി കഴിഞ്ഞു നിധി. ഇനിയിപ്പോ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള വാർത്ത കൂടി അറിയുമ്പോ രംഗം മൊത്തത്തിലങ്ങ് മാറും. സർവ്വജനങ്ങളും ശിവാനി ശിവാനി എന്ന് വിളിച്ച് എന്റെ പുറകെ നടക്കും. ഞാൻ കുഞ്ഞിനെ പ്രസവിച്ച് ആദ്യം ആ വാവ എടുത്തു കൊടുക്കുന്നത് ആരുടെ കയ്യിലേക്കാണെന്ന് അറിയോ? വസുന്ധര ആന്റിയുടെ കയ്യിലേക്കോ? നോ. പ്രണവിന്റെ കയ്യിലേക്കാ? നോ നോ. പാർവതി ആന്റിയുടെ കയ്യിലായിരിക്കും. പിന്നെ പേരക്കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ നീ എന്നൊരാൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് പോലും ആരും മൈൻഡ് ചെയ്യാതാവും. എന്തിന്? നിന്നെ രാജ്ഞിയായിട്ട് കൊണ്ടു നടക്കുന്നതിന്റെ ഗൗതമില്ലേ, ആ ഗൗതം പോലും നിന്നെ പതുക്കെ പതുക്കെ വെറുക്കാൻ തുടങ്ങും. പിന്നെ പേരക്കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ നീ എന്നൊരാൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് പോലും ആരും മൈൻഡ് ചെയ്യാതാവും. എന്തിന്? നിന്നെ രാജ്ഞിയായിട്ട് കൊണ്ടു നടക്കുന്നതിന്റെ ഗൗതമില്ലേ, ആ ഗൗതം പോലും നിന്നെ പതുക്കെ പതുക്കെ വെറുക്കാൻ തുടങ്ങും. അതിനൊരു പ്ലാൻ ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഗൗതമിന്റെ മുന്നിൽ പോയി നിന്ന് ഒരു 10 തവണ അങ്ങോട്ട് കൊഞ്ചിച്ചു കളിപ്പിക്കും. എന്റെ ചോര എന്റെ ചോരാന്ന് പ്രണവിനെ കൊണ്ട് ഞാനങ്ങ് പറയിക്കും. ഏതാണിന്റെ മനസ്സൊന്ന് കുലുങ്ങാൻ അത്രയും മാത്രം മതി നിധി. അങ്ങനെ കുറച്ചു നാള് കഴിയുമ്പോ ഗൗതം തന്നെ ചിന്തിച്ചു തുടങ്ങും, ഇവളൊരു വേസ്റ്റ് ആണല്ലോ, ഒരു പ്രയോജനം ഇല്ലെന്ന്. അതോടെ നിന്റെ കാര്യം ക്ലോസ്. നിധി പഴയപടി എല്ലാം പെറുക്കി കെട്ടി ആ പഴയ വീട്ടിലേക്ക് പോവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സത്യം പറയല്ലോ നിധി, ഇതൊക്കെ അങ്ങോട്ട് ആലോചിക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിരാ. എന്തു പറ്റി? ദേഷ്യം വരുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. ഇത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ, ഒരു മുന്നറിയിപ്പ് തന്നതാ. കാത്തിരുന്നു നീ. ഒട്ടും വൈകാതെ നിന്റെ നാശത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആ വാർത്ത എത്തും. ശിവാനി പ്രഗ്നന്റ് ആണ് എന്ന വാർത്ത കേൾക്കാൻ കാതോർത്തിരുന്നു നീ. ഓ, എന്റെ കാര്യം കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ദേ, വന്ന കാര്യം മറന്നോന്നേ. പായസം ഇവിടെ തന്നെ വച്ചേക്കാം, സൗകര്യം പോലെ എടുത്ത് കുടിച്ചാ മതി കേട്ടോ. അപ്പൊ ശരി.